ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മാത്രമല്ല സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള പ്രിപ്പറേഷനും കുക്കിംഗ് ടൈമും ഒക്കെ കൂടെ ഇതിന് ജസ്റ്റ് 5 മിനിറ്റ് മാത്രം മതി. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അത് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി നമുക്ക് ഡബിൾ ചെയ്ത് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനൊരു സിംഗിൾ സെർവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു മുട്ട കൂടി ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാൽ അഥവാ 50 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ ഉണ്ടാക്കണം. അതിന് മുമ്പേ തന്നെ നമുക്ക് ആ ഒരു പുഡിംഗ് ഉണ്ടാക്കേണ്ട പാത്രം ഗീയോ ബട്ടറോ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നെക്സ്റ്റായിട്ട് നമ്മൾ കാരമൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് കാരമലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വെള്ളം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ വെള്ളം ചേർത്തിട്ട് നമ്മൾ കാരമൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിന് ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊന്ന് പൊട്ടാനും ചെറുതായിട്ടൊന്ന് കട്ട് പോലെ തോന്നാനും സാധ്യതയുണ്ട്. ആ ചൂടിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള കാരമൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെയും മുട്ടയുടെ ഒക്കെ മിക്സർ ചേർക്കാണ്. അത് ഇത്തിരി സ്പീഡിൽ ഒഴിക്കാതെ പതുക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ കാരമൽ അവിടെ നിന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മൈക്രോവേവിൽ ഹൈ പവറിൽ നമ്മളൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കുറച്ച് വലിയതായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ചൂടോടെ കൂടെ തന്നെ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഇത് നമ്മുടെ 5 മിനിറ്റ്സ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.